അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോലത്തെ ഒരു വീഡിയോ അല്ല ഇത്. ഇത് പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനാഫിക്കായെക്കുറിച്ച് ഇന്നലെ മുതൽ വീണ്ടും പുതിയ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങി. അതിനവർ കണ്ടെത്തിയ മാർഗം എന്ന് വെച്ചാൽ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് അങ്ങോട്ട് നിരന്നിരുന്നിട്ട് ആളെക്കുറിച്ചിട്ട് പറയുക എന്നുള്ളതായിരുന്നു. നല്ല കാര്യം, നല്ലതാണല്ലോ, അങ്ങനെ ചെയ്യണം. അവരങ്ങനെ ചെയ്താലേ അവർക്കൊരു മനസ്സിൻ്റെ സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ മനസ്സിൻ്റെ സമാധാനക്കേടും കൂടി നമ്മൾ പറയണമല്ലോ. കാരണം ശിരൂര് അന്ന് മണ്ണിടിച്ചിൽ അർജുനെ കാണാതാവുമ്പോഴും മനാഫിക്കാരെ വണ്ടി കാണാതാവുമ്പോഴും നമ്മളെല്ലാവരും അർജുൻ്റെ കുടുംബത്തിനെ പോലെ അവർക്ക് എങ്ങനെയാണോ അർജുൻ പ്രധാനപ്പെട്ടവൻ അതുപോലെ തന്നെ നമ്മളിലൊരാളായി, നമ്മളെ ആങ്ങളയായി, അല്ലെങ്കിൽ നമ്മളെ മകനായി, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ള ഏതോ ഒരാളായിട്ട് നമ്മൾ അർജുനെയും നെഞ്ചിലേറ്റിയതാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെയും ആകാംക്ഷയോടെയും ജിജ്ഞാസയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്നതാണ് അർജുൻ തിരിച്ചു വരണം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഓരോരുത്തരും അവർ കാത്തിരുന്നതിനേക്കാൾ ഏറെ കണ്ണീരോടെ കാത്തിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അർജുൻ അവരുടെ വീട്ടിലെ ആളാണെങ്കിൽ പോലും അർജുനെ കേരളം ഏറ്റെടുത്ത്, മനാഫിക്കായ കേരളം ഏറ്റെടുത്ത്. അപ്പം നമുക്ക് ആ കഥകളൊന്നും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അപ്പം ഏതൊരു മരണവും ആസ്വദിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്നതല്ല പ്രത്യേകിച്ച് മലയാളികളുടെ ലക്ഷ്യം. അവരതിൽ ദുഃഖം ആചരിക്കുന്നവരാണ്. അവരെല്ലാവരും ജാതി മതഭേദമന്യേ അവർ ആ മരണത്തിൽ സദാ പങ്കെടുത്ത് അവരെ കുടുംബത്തിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യുന്ന ഒരു സമൂഹക്കാരാണ് മലയാളികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ടതും അർജുൻ്റെ കാര്യത്തിലും. പക്ഷേ ഒരു നീണ്ട ഒരു പത്രസമ്മേളനത്തിൽ കൂടി ഇത്രയും ചെയ്ത മനാഫിക്കായ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ പറയാനും ഒക്കെ കാണിച്ച അവരുടെ മനസ്സിൻ്റെ മുന്നിൽ ആദ്യം ഒരു നമസ്കാരം. കാരണം എന്താണെന്ന് വെച്ചാൽ 74 ദിവസങ്ങളോളം ശിരൂര് പോയി കിടന്ന് ആ ഗംഗാവലി പുഴയുടെ തീരത്ത് മഴയും മഞ്ഞും വെയിലും കാറ്റും ഒന്നും വകവയ്ക്കാതെ പോയി കിടന്ന് അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയാണ്, അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്, അർജുൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ്, അർജുൻ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പല നിയമവാതിലുകളിലും മുട്ടി പല ആൾക്കാരുടെ അടുത്ത് പോയി കണ്ട് അവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് ഞാനിവിടുന്ന് എൻ്റെ അർജുനെയും കൊണ്ടേ പോവുള്ളൂ എന്നുള്ള ഒരു പിടിവാശിയിൽ നിന്നിട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ച് ആ ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു കാരണം എന്നറിയാമോ? ഒന്നുകിൽ അയാളെ പേരായിരിക്കാം, മനാഫ് എന്നുള്ള പേരായിരിക്കാം. അത് പറയാനുള്ള കാരണം അർജുൻ്റെ അളിയൻ എന്ന് പറയുന്ന അവൻ്റെ FB അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം അവൻ ആരാണെന്ന്. അപ്പം ഏതൊരു നല്ല കാര്യങ്ങളും മനുഷ്യൻ ചെയ്താലും അവിടെ മറ്റൊരുത്തൻ്റെ കൈ വരണമെന്നുണ്ടെങ്കിൽ അവൻ ഏത് സംഘടനയിൽപ്പെട്ടവനാണെന്ന് എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം അവിടെ ചിന്തിച്ചാൽ മതി. അർജുൻ്റെ അളിയൻ്റെ FB പേജ് പോയി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മനാഫിക്കാക്ക് ഒരിക്കൽ പോലും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മനാഫിക്കായ അറിഞ്ഞിടത്തോളം മനസ്സിലാക്കിയിടത്തോളം നമ്മളെല്ലാവരും കേട്ട വാർത്തയുടെയും കണ്ടറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് മനാഫിക്കാക്ക് ഒരിക്കലും യൂട്യൂബ് ചാനൽ കൂടി വരുമാനം സമ്പാദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുടുംബ സ്വത്തുണ്ട്, മലേഷ്യയിൽ ഹോട്ടലുണ്ട്, ഒരുപാട് ടോറസ് ഉൾപ്പെടെ ഒരുപാട് വണ്ടികളുണ്ട്, തടിമെല്ലുകളുണ്ട്. അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മനാഫിക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബ് ചാനൽ വഴിയും അയാൾക്ക് പണം സമ്പാദിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞ് അർജുൻ്റെ കുട്ടി എൻ്റെയും കുട്ടിയാണ്, എനിക്കിനി 3 കുട്ടികളല്ല 4 കുട്ടികളാണ് എന്ന് പറഞ്ഞതൊരു സ്വാഭാവികമാണ്. ഇപ്പോൾ കൊല്ലം സുധി മരിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും സുധീര വൈഫിന് വേണ്ടിയിട്ടും. അവർക്കിപ്പോൾ വീട് കിട്ടിയപ്പോൾ അവരെക്കാൾ ഏറെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ട് വീട്ടുകളിലിരുന്ന് സന്തോഷിച്ച് പ്രാർത്ഥിച്ചവരാണ്. അതുപോലെ കേരളത്തിൻ്റെ ഓരോ മരണങ്ങളും സുധിച്ചേട്ടൻ മാത്രമല്ല, കൊല്ലം സുധിയെ പോലെ, കലാഭവൻ മണിയെ പോലെ, ബാലഭാസ്കറിനെ പോലെ, വിസ്മയെ പോലെ, നക്ഷത്രമോളെ പോലെ, അതൊക്കെ പല ഇൻസിഡൻ്റാണ്. എങ്കിൽ പോലും ഓരോ മരണങ്ങളും മലയാളി അത്രത്തോളം വേദനിച്ച സംഭവങ്ങളാണ്. അതിലേറെ വേദനിച്ച സംഭവമാണ് അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അർജുനെ കാണാതിരുന്ന സമയം അന്ന് ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ കരഞ്ഞിരിക്കുകയായിരുന്നു. ഒന്ന്
കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ഇന്നും മനസ്സുകൊണ്ട് ആ ഒരു കുട്ടിയെയും ആ വൈഫിനെയൊക്കെ നമ്മൾ പല വീഡിയോസിലും ഷോർട്സിലൊക്കെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അള്ളാഹുവെ എപ്പോഴെങ്കിലും അവനൊന്ന് തിരികെ വന്നിരുന്നെങ്കിൽ കിട്ടിയ ബോഡി അർജുൻ്റേതായിരിക്കരുത് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നമ്മളെ ആത്മാർത്ഥതയാണ്, നമ്മളെ സ്നേഹമാണ്, നമ്മളെ കാരുണ്യമാണ്. പക്ഷേ ഇത്രയും നീചമായിട്ട് വന്നിരുന്നിട്ട് ഒരാളെക്കുറിച്ച് പറയാൻ എങ്ങനെ സാധിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആ ഒരു ചിത, ആ ഒരു അഗ്നി എരിഞ്ഞടങ്ങണതിന് മുന്നേ, ആ ഒരു മണം വീട്ടിൽ നിന്ന് മാറണതിന് മുന്നേ ഒരു പത്രസമ്മേളനം നടത്തി വലിയൊരു നോട്ട് ബുക്ക് പോലെ കുറേ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് മനാഫിനെ എങ്ങനെ കുറ്റം പറയാം, മനാഫിക്കായ എങ്ങനെ കുറ്റം പറയാൻ അവർക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ്. പിന്നൊരു കാര്യം, അവിടെ ചില വ്യക്തികൾ വന്നിരുന്നു, പൈസ കൊടുത്തു, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെ ഒരു വാർത്തയാക്കിയെന്ന്. അത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളെ വീട്ടിലിപ്പം നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി വന്നാൽ ഒരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനൊരു 500 രൂപയോ 2000 രൂപയോ അങ്ങനെ പൈസ കൊടുക്കലുണ്ട്. അങ്ങനെ പൈസ കൊടുക്കുന്നതൊരു സ്വാഭാവികമാണ്. അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ആ ഒരു പ്രമുഖ വ്യക്തി കൊടുത്ത 2000 രൂപ ഒരു 10 ചോക്ലേറ്റ് വാങ്ങാൻ പോലും ഇല്ലയെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനത്തെ ഒരു പൈസയ്ക്കും അവിടെ എടുത്തിട്ട് അങ്ങനെ മനാഫിക്ക പൈസ കൊടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടു. അതൊന്നും മനാഫിക്ക ഒരിക്കലും ചെന്ന് പറയണില്ല. അവിടെ നിന്ന വ്യക്തികൾ ചെയ്ത തെറ്റാണത്. അതല്ലാതെ മനാഫിക്ക അവർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതൊന്നുമല്ല. പിന്നെ മനാഫിക്കാരെ ലോറിക്കെല്ലാം അർജുൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞ് എന്തായാലും തെറ്റെന്താ? ഇപ്പം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കൊല്ലത്തോ എവിടെയോ ഞാൻ വായിച്ചതാണ്, ഒരു ചാനലിലോ ഒരു ന്യൂസിൽ ഞാൻ എന്തായാലും വായിച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ അവരെ കടയ്ക്ക് പിന്നെ അവരെ ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് പോലെ, അത്രയ്ക്കും വലുതല്ലെങ്കിലും ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. ആ സ്റ്റോറിന് അർജുനൻ സ്റ്റോഴ്സ് എന്നിട്ട് എന്താ അപ്പം അയാളെ പോയിട്ട് ഇവർ ചോദ്യം ചെയ്യുമോ? എന്താ പിന്നെ അങ്ങനെ ഒരു പേരിട്ട ഇവർക്കെന്താ? അത്രത്തോളം മനാഫിക്ക അർജുനെ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് മനാഫിക്ക അങ്ങനെ സംസാരിച്ചത്. എന്നാൽ എന്താ അവർ ഇതിനു മുന്നേ പ്രതികരിക്കാത്തത്? അർജുൻ്റെ അളിയൻ പറഞ്ഞിരുന്നല്ലോ, മനാഫ് പിന്നെ ആ സമയത്ത് അവിടെ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നെ അതിൽ ആൾക്കാരെ കൂട്ടിയെന്നൊക്കെ അന്ന് അവർക്ക് പറയായിരുന്നല്ലോ, അർജുനെ കിട്ടണതിന് മുന്നേ നിങ്ങൾ ഈ പണി സ്റ്റോപ്പാക്കൂ, നിങ്ങളെ യൂട്യൂബ് ചാനലിൽ വരുമാനം കണ്ടെത്താനാണല്ലോ നിങ്ങളിങ്ങനെ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അർജുൻ്റെ അളിയന് ചെയ്യാൻ. പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല? അവർക്കറിയാം മനാഫിക്ക ഇല്ലെങ്കിൽ അർജുൻ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും വീട്ടിലെത്തൂല എന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ട് ആ മനുഷ്യനെ നിർത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തിട്ട് ഇപ്പം അവരെ ഈഗോ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയണമെങ്കിൽ മനാഫിക്കാക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, മനാഫിക്കാക്ക് കേരളം കൊടുത്ത സ്നേഹം അതൊന്നും അവർക്ക് പിടിക്കൂല. കാരണം എന്താണ്? അതൊരു മനാഫായതുകൊണ്ടാണ്. സത്യം പറയണം, അതൊരു മനാഫായതുകൊണ്ട് മാത്രമാണ്. ഒരിക്കൽ പോലും അവരിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തൂല. കാരണം ആ ഒരു മനസ്സിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല, ആ വാക്ക് ഞാൻ പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറയണില്ല. അതാണ് ഈ ദിവസങ്ങൾ പോലും എത്തുന്നതിന് മുന്നേ അവരിങ്ങനെ നീണ്ടിരുന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരാത്ത ഒരു ഫാമിലിയാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാം വരണമെന്നില്ല. അവൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 5 പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരും കാണാതെ കരയും, ഞങ്ങൾ എന്തിനാ സമൂഹത്തിൻ്റെ മുന്നിൽ കരയണത്? അതൊന്നും ഒരു പിന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും മാനുഷികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും നമുക്കൊരിക്കലും ഉചിതമായ വാക്കല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു കണ്ണീര്, നമുക്ക് തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അർജുനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് കണ്ണീര് വരെയാണ്. പക്ഷേ അപ്പോഴും അവരവിടെ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഒരിക്കൽ പോലും മനാഫിക്കായ കുറ്റം പറയാനുള്ള ഒരു അർഹതയും ഒരു വോയിസും ആ ഫാമിലിക്കില്ല. ഇനി നാളെ വേറൊരു കാര്യം അറിയണം, മനാഫിക്ക നമ്മളൊന്നും പറഞ്ഞതുപോലെ ആയിരുന്നില്ല മറിച്ചാണെന്ന് അറിയണമെങ്കിൽ അന്ന് അവർക്ക് എടുക്കാം, അവർക്ക് അതിനുള്ള ആക്ഷൻ എടുക്കാം. ഇന്ന് അവർ കാണിക്കുന്ന ഈ ഒരു പിന്നെ ഒരു നന്ദിയില്ലായ്മ എന്താണെന്നറിയാമോ? മനാഫിക്കാക്ക് കേരളം കൊടുക്കുന്ന ഒരു അംഗീകാരം കണ്ടിട്ടാണ്. മലയാളി ചേർത്ത് നിർത്തി സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ. പിന്നെ ഏതോ ഒരമ്മ ഇടയ്ക്ക് എന്തോ മനാഫിക്കായ ഏതോ ഒരു ഫോൺ കോളിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുണ്ടായി, മോനെ നിന്നെ എനിക്കൊന്ന് കാണണം, നീ ആരായിരുന്നാലും നീ അത്രത്തോളം നിന്നെ നമ്മൾ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലത്തുള്ള. അപ്പോൾ ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അതവർ ഇന്നലെ അത് പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആൾക്ക് പറഞ്ഞുകൂടാ? എനിക്കിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു വ്യക്തി നന്മ ചെയ്യുമ്പോഴും ഒരു വ്യക്തി നല്ലത് ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കുമ്പോഴത്തേക്ക് അവരെങ്ങനെ അതിനെ എതിർക്കണത്? എനിക്കിതൊന്നും വേണ്ട, നിങ്ങളിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല
എന്ന് അങ്ങനെ ഒരാളും പറയില്ല. ഇപ്പം ഇവർ പറയോ, ഇവർക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയ ഇവർ പറയോ ഞങ്ങൾ ഇതിനൊന്നും അർഹതപ്പെട്ടവരല്ല എന്ന് ഒരിക്കലും പറയില്ലല്ലോ. അതേപോലെ തന്നെ ഒരു അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് തെറ്റാണ്. മനാഫിക്ക ചെയ്ത എല്ലാ പ്രവൃത്തിയും തെറ്റാണ്. അത് പോട്ടെ, മനാഫിക്കായും ഈശ്വർ മാൽപ്പയും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എന്താ അവർക്ക് അതിനുള്ള നേട്ടം? എന്നാൽ അവരിപ്പോഴല്ലല്ലോ അത് പറയാനുള്ളത്. അർജുനെ കിട്ടി, അത് അവൻ്റെ അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു തുമ്പ്, അതൊരു ഷർട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ ഒരു തുമ്പ് കിട്ടണം എൻ്റെ മോനെക്കുറിച്ച്, എന്നാലേ ഞങ്ങളെ കണ്ണീര് തീരുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് അർജുൻ്റെ ഇത്രയും ഭാഗങ്ങൾ കൊണ്ടുവന്ന് അത് വീട്ടിൽ പിന്നെ മറമാടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പിന്നെ അവിടെ വന്ന് പോയതിൻ്റെ ഇത് ഞങ്ങൾക്ക് എൻ്റെയൊക്കെ കണ്ണിൽ ഇന്നും ഉണ്ട്. ആംബുലൻസ് വരണതും അവിടെ ഉള്ള ഇതും അർജുൻ്റെ കുട്ടിയുടെ ആ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയും എല്ലാം ഇന്നും ഒരു നീറുന്ന ഒരു ഓർമ്മയായി നമ്മളെ മനസ്സിൽ നിന്ന് മാറണേ ഇല്ല. ഓരോ ദിവസവും അർജുൻ എന്നുള്ള ഒരു വിഷമം നമ്മളെ മനസ്സിലുണ്ട്. അതുപോലും ഇല്ലാതെ ഈ കുടുംബം ഇങ്ങനെ വന്ന് പ്രതികരിക്കണമെങ്കിൽ മനാഫിക്കായി ഇകഴ്ത്തുക എന്നതിൽ ഉപരി മറ്റൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മലയാളിയും ഇങ്ങനെ ആവാൻ പാടില്ല. അത് ഏതൊരു പാർട്ടിയായാലും സമൂഹമായാലും ജാതിയായാലും അത് ആരായിരുന്നാലും ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ഇകഴ്ത്തേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ഇത് ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതാണ്. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ആ ഒരു ന്യൂസ് ചാനലിൽ ഇവരിട്ട ലൈവിൻ്റെ താഴെ ഒരുപാട് കമൻ്റ് ഉണ്ട്. ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മനാഫിക്കായാണോ സ്നേഹിച്ചത്, അർജുനെയാണോ സ്നേഹിച്ചത്, ഇവരെ ഫാമിലിയാണോ സ്നേഹിച്ചത് എന്ന് ഓരോ മലയാളീസും ഓരോ ആൾക്കാരും അത് വ്യക്തമായിട്ട് അവരുടെ പ്രതികാരങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരോടും പറയണം, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയണം, നമ്മൾ മലയാളികളാണ്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യ സ്നേഹികളാണ്. എന്തുണ്ടെങ്കിലും നമ്മൾ ഒരൊറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് നമ്മളെ കേരളം ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മൾ ഐക്യം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കറിയിലിട്ട ഒരു കറിവേപ്പിലെ പോലെ ഒരു മനുഷ്യനെ പിടിച്ച് തള്ളിയാൽ അതൊരിക്കലും മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കില്ല. ഇതുവഴി ഒറ്റപ്പെട്ടു പോയത് അവരെ കുടുംബം മാത്രമാണ്. അവരെ കുടുംബം തീർച്ചയായിട്ടും ഇതുവഴി കൂടുതൽ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടെങ്കിലും അതിൽ 99.9% ആൾക്കാർ മനാഫിക്കായി സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ഒരു ഫാമിലിയുടെ ഒരു നീചമായ ഒരു സ്വഭാവം, അതാണ് അവർ അതിലുകൂടി കാണിച്ചത്. ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ല. കാരണം മനാഫിക്ക അത്രത്തോളം ഒരു നന്മയുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അർജുന ആ ഒരു വീട്ടിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ മനാഫിക്ക കാണിച്ച മനസ്സാണ് നമ്മളെല്ലാവരും ഈ ഒരു 74 ദിവസം കണ്ടുകൊണ്ടിരുന്നതും നമ്മൾ കണ്ടറിഞ്ഞത്. അതുകൊണ്ട് എല്ലാ മലയാളീസിനോടായും പറയുന്നത്, റിക്വസ്റ്റ് പോലെ പറയുന്നത്, നമ്മളൊന്നാണ്, നമ്മളൊരമ്മ പെറ്റ മക്കളാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരിക്കലും ഇകഴ്ത്തരുത്. നന്മ ചെയ്താൽ നന്മയായിട്ടും തിന്മ ചെയ്താൽ തിന്മയായിട്ടും കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.